നമസ്കാരം. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വ്യാപാരികൾ നടത്തുന്ന കാരുണ്യ പരിപാടിയിലാണ് താൻ പങ്കെടുക്കുന്നതെന്ന് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബില്ലുകൾ പിടിച്ചുവെക്കുന്നതായുള്ള ആരോപണത്തിനും ഗവർണർ മറുപടി നൽകി. ഭൂപതിവ് ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ ലഭിച്ചതായും 3 തവണ സർക്കാരിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചതായും ഗവർണർ വ്യക്തമാക്കി. നിവേദനം നൽകിയവർക്ക് മറുപടി നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും ഗവർണർ പറഞ്ഞു. തന്നെ സമ്മർദ്ദത്തിലാക്കി തീരുമാനം എടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല. നിയമപരമായി മാത്രമേ പ്രവർത്തിക്കൂവെന്നും ഗവർണർ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ബ്ലഡി കണ്ണൂർ എന്ന് താൻ പറഞ്ഞിട്ടില്ല, ബ്ലഡി പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞത്. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് താൻ വിമർശിച്ചതെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കാൻ കർശന നിരീക്ഷണങ്ങൾക്കൊരുങ്ങുകയാണ് പോലീസ്. ചൊവ്വാഴ്ച, അതായത് ഇന്ന് തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത്. ഗവർണറെ CPM യുവജന വിദ്യാർത്ഥി സംഘടനകൾ തടയാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ യാത്രാ വഴിയടക്കം പോലീസ് രഹസ്യമാക്കി വെക്കും. ഗവർണറുടെ യാത്രാ വഴിയിൽ എല്ലാ കർശന സുരക്ഷയും ഒരുക്കും. ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നതെന്ന് CPM ആരോപിച്ചിട്ടുമുണ്ട്. ഗവർണറെ ക്ഷണിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച LDF ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ ചൊവ്വാഴ്ച ഇടതുമുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണർ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. MM മണിയും CPM ജില്ലാ സെക്രട്ടറിയും ഗവർണറെ അധിക്ഷേപിച്ച് തന്നെ രംഗത്ത് വന്നു. കോഴിക്കോട് ഗവർണറുടെ സന്ദർശനം വലിയ തോതിൽ ചർച്ചയായിരുന്നു. മിഠായി തെരുവിലും മറ്റും പോയി ഗവർണർ ജനങ്ങളുമായി അടുത്തിടപഴകി. ഇതൊഴിവാക്കാൻ കൂടി വേണ്ടിയാണ് CPM ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്നും സൂചനയുണ്ട്. ഗവർണർ കർഷകരെ വെല്ലുവിളിക്കുന്നുവെന്ന ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. കർഷകരുടെ ആശങ്ക പരിഹരിക്കാനാണ് ഗവർണർ ശ്രമിക്കേണ്ടത്. കർഷകർ രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്ന ദിവസം ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് വെല്ലുവിളിയാണ്. എല്ലാവരോടും വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർക്കെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്നാൽ ഇടതുമുന്നണി നടത്തുന്നത് അനാവശ്യ ഹർത്താലാണെന്ന് ഡീൻ കുര്യാക്കോസ് MPയും ആരോപിച്ചു. CPM വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണ്. കൂടുതൽ പ്രകോപനമുണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തിയേക്കുമെന്ന് വരെ ഡീൻ പറഞ്ഞു. ഇതോടെ ഗവർണറെ തടയില്ലെന്ന് CPM പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നതുമില്ല. 1960-ലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജില്ലയിൽ LDF ഹർത്താൽ. ഇതേ കാരണത്തിൽ LDFന്റെ രാജ്ഭവൻ മാർച്ചും ഇന്ന് തന്നെയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരി ക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിലെത്തിയ ഗവർണർ ഇന്ന് രാവിലെ 9:30 തൊടുപുഴയ്ക്ക് പുറപ്പെടുന്നുണ്ട്. ബില്ലിൽ ഒപ്പിടാത്തത് കാരണം സർക്കാരിന്റെ നിലപാടാണെന്ന് ഗവർണർ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരായി തനിക്ക് ലഭിച്ച പരാതികൾ സർക്കാരിലേക്ക് അയക്കുകയും 3 തവണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ മറുപടി തന്നില്ലെന്നും ഗവർണർ പറഞ്ഞു. നന്ദി.